ആ ദൈവം തന്നെയാണ് തന്റെ ഏകജാതനായ യേശു മിശിഹായുടെ മനുഷ്യ ജന്മത്തിലൂടെ നമുക്ക് എമ്മാനുവേലായി മാറിയത്. ദൈവം നമ്മോടുകൂടെ. അപ്പോൾ ഇന്ന് ദൈവം നമ്മോടുകൂടെയാണ് കർത്താവായ യേശു മിശിഹായി. നമുക്കറിയാമല്ലോ, ഈശോയുടെ ജനനത്തില് ദൈവത്താൽ പ്രേരിതരായി ഈശോയെ കാണാൻ വരുന്ന ജ്ഞാനികളുണ്ട്. 3 ജ്ഞാനികൾ. രാജാക്കന്മാരെന്ന് നമ്മളവരെ വിശേഷിപ്പിക്കുന്നവരിലും രാജാക്കന്മാരെ കാണുമ്പരി അവര് ജ്ഞാനികളായ യഥാർത്ഥത്തിൽ ക്രിസ്തുവിലൂടെ, രക്ഷകനിലൂടെ, ഇസ്രായേലിന്റെ രാജാവിലൂടെ വരാനിരിക്കുന്ന രക്ഷ നേരിട്ട് കാണാൻ വേണ്ടി വന്നവരാണ് ഈ ജ്ഞാനികളായിട്ടുള്ള 3 പേര്. അവര് കിഴക്ക് നിന്ന് വന്നു. അങ്ങനെ കിഴക്ക് നിന്ന് വന്ന് കർത്താവിനെ കാണുമ്പോൾ അവർ അവനെ കണ്ട് തിരിച്ചുപോയി എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നു. കർത്താവിനെ കാണേണ്ടവരാണ് നമ്മൾ. ഗ്രീക്കുകാർ വന്ന ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് കർത്താവിനെ കാണണം. അന്ത്രയോസ് എന്ന് പത്രോസിനോട് പറയുന്നു. നമുക്കറിയാം, അത് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. പിന്നീട് ഫിലിപ്പോസിന്റെ സുഹൃത്തുക്കളായിരിക്കാം അവർ കർത്താവിനെ കാണുകയില്ല. നിരന്തരം കർത്താവിനെ കാണേണ്ടവരാണ്. എല്ലാ ദിവസവും കർത്താവിനെ കാണുക. വചനത്തിൽ കാണണം, ഉദാശകളിൽ കാണണം, പ്രാർത്ഥനയിൽ കാണണം, സഭയിൽ കാണണം. നമ്മുടെ നന്മ പ്രവർത്തികളിലൂടെ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. എളിയവരായ എല്ലാവരിലും നമ്മൾ കാണുന്നത് ദൈവത്തെ തന്നെയാണ്. ആ എളിയവരായ അവർക്കെല്ലാം നാം ചെയ്യുന്ന ശുശ്രൂഷയെ കർത്താവിന് തന്നെ ചെയ്യുന്നതാണെന്ന് കർത്താവ് പറയുന്നുമുണ്ടല്ലോ. അപ്രകാരമുള്ള ഒരു ദൈവ ദർശനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ലഭിക്കുന്നത്. ഈ ദൈവ ദർശനമാണ്, ഈ കർത്താവായ ഈശോ മിശിഹായിലുള്ള ദൈവാനുഭവമാണ് നമ്മളെ യഥാർത്ഥത്തിൽ സഭയുടെ കൂട്ടായ്മയിൽ കൊണ്ടു നടത്തുന്നത്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ മധ്യേ അവരറിയാതെ കടന്നു വരുന്നവനാണ് ഈശോ. നാം ആരും അറിയാതാണ് ഈശോ നമ്മോടുകൂടി നടക്കുന്നത്. ഇന്ന് നിങ്ങൾ ഇവിടെ വന്നു എന്ന് വരികിൽ ഈശോ നിങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയിരിക്കുക. ആ ഈശോയോട് കൂടിയാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ഇവിടെ നിന്ന് പോകുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും. ഈശോയെ വിട്ടുള്ള ഒരു ജീവിതം ക്രൈസ്തവനില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതം മിശിഹായാകുന്നുവെന്ന് പറഞ്ഞത് പൗലോസാണ്. ഫോർ മീ ലൈഫ് ഈസ് ക്രൈസ്റ്റ്. അപ്പോൾ അങ്ങനെ മിശിഹായോടുകൂടി ആയിരിക്കുന്നവൻ ആയിട്ട് ഒരു ക്രൈസ്തവൻ തീരണം. നിങ്ങൾ യുവതി യുവാക്കന്മാരായിട്ടുള്ളത് ഈ യൗവനത്തിൽ തന്നെ നിങ്ങളുടെ ഈ അവബോധത്തിൽ ഊട്ടി ഉറപ്പിക്കപ്പെടേണ്ടവരാണ്. ഇതുപോലുള്ള കൺവെൻഷനിൽ സംബന്ധിക്കുമ്പോൾ ആ അവബോധം നിങ്ങളിൽ ശക്തമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ ഉദ്ധാനത്തിന് ശേഷം പത്രോസും ഏതാനും ശിഷ്യന്മാരും മീൻ പിടിക്കാൻ പോയി. കഥ അവസാനിച്ചു എന്നാണ് അവർ ചിന്തിച്ചു പോയത്. കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. പ്രതീക്ഷിച്ചതുപോലെ രാജ്യമൊന്നും സ്ഥാപിക്കപ്പെട്ടില്ല എന്നൊക്കെയുള്ള മനസ്സിലിഞ്ഞ ഒരു ചിന്തയോടുകൂടി പത്രോസും സഹചരന്മാരും മീൻ പിടിക്കാൻ പോവുകയാണ്. പക്ഷെ കർത്താവ് അവരെ കൈവിട്ടില്ല. കർത്താവ് അവരറിയാതെ ഒരിടത്തിലേക്ക് ചെല്ലുകയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാഞ്ഞവരായ അവരോട് വലതുവശത്ത് ആഴങ്ങളിലേക്ക് വലയിറക്കാൻ പറയുകയും ആ വല കോരുവാരിക്കൊണ്ട് അനേകം മത്സ്യങ്ങളുമായിട്ട് കടത്തിലേക്ക് ആ കർത്താവ് തീ കൂട്ടിയിരിക്കുകയാണ് അവർക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കാനായി. നിങ്ങൾ 2 മീൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞ് അവയെ പാചകം ചെയ്ത് കർത്താവ് അവരോടൊപ്പം അപ്പത്തോടൊപ്പം ഭക്ഷിക്കുകയും ഉദ്ധിതന്റെ ശിഷ്യന്മാരെ തേടിയുള്ള അന്വേഷണം നമ്മളവിടെ കാണുകയാണ്. പരസ്യ ജീവിതത്തിൽ ഉടനീളം ഈ അന്വേഷണമായിരുന്നുവെന്ന് നമുക്കറിയാം. തക്കൈവോസ് പൊക്കം കുറഞ്ഞവൻ മരത്തിന്റെ മുകളിൽ നിന്ന് കർത്താവിനെ കാണാൻ ആഗ്രഹിച്ചു. ഈ ആഗ്രഹവും അവനിൽ സൃഷ്ടിക്കുന്നത് ആരാണ്? ദൈവമായ കർത്താവിന്റെ ചൈതന്യം. അവനത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവന് കർത്താവിനെ കാണണമെന്നുള്ള ഒരു സാധാരണ ആഗ്രഹം പോലെ അതവനെ നിർവഹിക്കുന്നുവെന്ന് ഒരിക്കലും പ്രിയമുള്ളവരെ മനസ്സിലാക്കുക. നാം ചെയ്യുന്ന എല്ലാ സാധാരണ സംഭവങ്ങളിലും ഒരസാധാരണത്വമുണ്ട്. സഭയിലെ സംഭവങ്ങളെല്ലാം നമ്മൾ വിലയിരുത്തുമ്പോൾ
അവ നടക്കുമ്പോൾ അതിൻ്റെ കാലികത മാത്രം നമ്മൾ മനസ്സിലാക്കുന്നു. അതിൻ്റെ അകാലികമായിട്ടുള്ള, അതിൻ്റെ ചരിത്രാതീതമായിട്ടുള്ള അർത്ഥം നാം പിന്നീടാണ് മനസ്സിലാക്കുന്നത്. കർത്താവായ ഈശോ മിശിഹായുടെ രക്ഷാകര ദൗത്യത്തിൻ്റെ അർത്ഥം ശിഷ്യന്മാർ ഉത്ഥാനശേഷം പരിശുദ്ധാത്മാവ് വന്ന ശേഷം മനസ്സിലാക്കിയതുപോലെ നാമം നമ്മുടെ ജീവിതങ്ങളിലെ സാധാരണ സംഭവങ്ങളിലെ അസാധാരണ അവയിലൂടെയുള്ള ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളെ, അവയിലൂടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിൻ്റെ അനുഭവം മനസ്സിലാക്കുന്നത് പിന്നീടാണ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ജീവിത വ്യഗ്രതകളിലാണ്. പഠിക്കണം, ഡിഗ്രി എടുക്കണം, IELTS എടുക്കണം, കാനഡയിൽ പോകണം, ഓസ്ട്രേലിയയിൽ പോകണം, വിദേശ രാജ്യങ്ങളിലെത്തണം. പണ്ടൊക്കെ ഗൾഫ് രാജ്യങ്ങൾ കൊണ്ട് നിന്നിരുന്നു നമ്മുടെ ഭ്രമം. എന്നാൽ ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്കാണ് കൂടുതലായിട്ട് പോകാനുള്ള വ്യഗ്രത. ആയിക്കോളൂ. പക്ഷേ ഇതിൻ്റെ എല്ലാം നടുവിലും നമ്മെ നയിക്കുന്നത് കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായാണെന്നും അവിടുന്ന് അയച്ച ആത്മാവാണ് നിങ്ങളെ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ആത്മാവാണോ ഇക്കാര്യത്തിൽ എന്നെ പ്രേരിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ആഴമായിട്ട് ചിന്തിക്കണം, ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. അങ്ങനെ നിങ്ങളുടെ തീരുമാനങ്ങളെല്ലാം അപ്രകാരമായിരിക്കട്ടെ. കർത്താവായ ഈശോ മിശിഹാ അങ്ങനെയായിരുന്നു. അവിടുന്ന് രാത്രികാലങ്ങളിൽ മലയിൽ പോയി പ്രാർത്ഥിച്ചു. എന്തിന്? ദൈവഹിതം വെളിപ്പെട്ട് കിട്ടുന്നതിന് വേണ്ടി. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതിന് മുമ്പായിട്ട് കർത്താവ് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് 12 പേരെ തന്നെ അനുഗമിച്ചവരിൽ നിന്ന് തെരഞ്ഞെടുത്തത്. ഇതുപോലെയുള്ള ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടോ? നമുക്കുണ്ടോ? നമ്മൾ പരിശോധിക്കണം. അങ്ങനെയുള്ള ആ ദൈവാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ഞാൻ കാനഡയിലാണോ പോകേണ്ടത്? ഞാൻ ഓസ്ട്രേലിയയിലാണോ പോകേണ്ടത്? അതോ ഞാൻ തന്നെ ഈ നാടിന് എൻ്റേതായിട്ടുള്ള സേവനങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പുനർനിർമ്മിതിയിൽ ഈ സഭയുടെ കൂട്ടായ്മയിൽ ശക്തിപ്പെടുത്തുകയാണോ ചെയ്യേണ്ടത്? ഒക്കെ നിങ്ങൾ ചിന്തിക്കണം. പ്രിയമുള്ളവരെ, ഒഴുക്കിനൊത്ത് നീന്തുക എന്നുള്ളതിനേക്കാളുപരി എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് കരണീയം, എന്താണ് ദൈവത്തിൻ്റെ ഹിതം, എന്താണ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്ന് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് നിർണയിക്കുവാൻ കഴിയണം. കർത്താവ് ലാസർ മരിച്ച് 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നത്. എന്നാൽ മരിച്ചു അടക്കവും കഴിഞ്ഞു. എന്നാൽ ഇനി ഉടനെ പോട്ട എന്നല്ല കർത്താവ് തീരുമാനിക്കുന്നു. നേരത്തെ അറിഞ്ഞെങ്കിലും 4 ദിവസം താമസിപ്പിച്ച് പോകുന്നതിൻ്റെ ഉദ്ദേശ്യം ലാസറിനെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് പുനരുത്ഥാനമുണ്ടെന്നുള്ള ഒരു സന്ദേശം അവന്റെ സഹോദരിമാരികളിലൂടെ ലോകത്തിൽ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. മർത്തായോടുള്ള സംഭാഷണം വലിയ ഒരു വെളിപാട്, ഉദ്ധാനത്തെക്കുറിച്ചുള്ള വലിയൊരു വെളിപാട് കർത്താവ് കൊടുക്കുന്ന ഒരു സന്ദർഭമാണത്. ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും കർത്താവിനോട് പറയുകയാണ് കർത്താവ്. ഇപ്രകാരമുള്ള ഈ ഒരു പുനരുത്ഥാനത്തിന്റെ ജീവിതത്തിലേക്ക് നയിക്കാൻ ലാസറിനെ 4 ദിവസത്തിന് ശേഷം കർത്താവ് പുനരുജ്ജീവിപ്പിക്കുകയാണ്. ജനങ്ങൾക്ക് ബോധ്യപ്പെടണം, ഇത് മരണം ശരിയായി സംഭവിക്കാതെ ഉണ്ടായ ഒരു പുനരുജ്ജീവനമല്ല എന്ന്. ഇത് മരിച്ച് 4 ദിവസങ്ങൾക്ക് ശേഷം അഴുകാൻ പ്രായമായവനെയാണ് കർത്താവ് പുനരുജ്ജീവിപ്പിക്കുന്നത് എന്നുള്ള ആ സത്യം ചരിത്രത്തിന് വെളിപ്പെടുകയാണ്. ആർക്കും അതിനെക്കുറിച്ചൊരു സംശയം പോലും ഉണ്ടാകാത്ത രീതിയിൽ ഈ വലിയ സത്യം കർത്താവ് വെളിപ്പെടുത്തുന്നതിൻ്റെ ആ ഒരു ഉൾക്കാഴ്ച, അതിനനുസരിച്ചുള്ള തീരുമാനം പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കും. ഇന്നും നമ്മൾ ഓർത്തിരിക്കുക, നമ്മുടെ മുന്നിലും പിന്നിലും നമ്മുടെ ഉള്ളിലുമായിട്ട് നമ്മെ എപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്ന ശക്തനായ കർത്താവിൻ്റെ ആ ഒരു സാന്നിധ്യം ഒരിക്കലും മറക്കരുത്. നിങ്ങളാരും ഒറ്റയ്ക്കൊന്നും നേടുന്നില്ല. എല്ലാം നിങ്ങൾ നേടുന്നത് ദൈവമായ കർത്താവിനോട്, അവിടുത്തെ പുത്രനായ ഈശോ മിശിഹായിലൂടെ, അവിടുത്തെ ആത്മാവിനാൽ ശക്തിപ്പെടുത്തപ്പെട്ടാണ്. കർത്താവ് തന്നെ തന്റെ പരസ്യ ജീവിതത്തിൽ എല്ലാം ചെയ്തിരുന്നത് ഋത്വിക ദൈവത്തിന്റെ ആത്മീയ ശക്തിയിൽ. രക്തസ്രാവമുള്ള സ്ത്രീ പുറകിൽ വന്ന് വസ്ത്രാഞ്ചലത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ ഒരു തിരുവചനം ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടതായിട്ട് അവൻ അനുഭവപ്പെട്ടത്. അതെ, എന്ത് ശക്തി? ശാരീരികമായിട്ടുള്ള മസിൽ ശക്തിയാണ്? അല്ല, ആത്മാവിനുള്ള ശക്തി. ഇതാണ് നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ടത്, ദൈവാത്മാവിൻ്റെ ശക്തി.
പ്രാർത്ഥിക്കുന്ന യുവജനങ്ങൾ, ദൈവാത്മാവിൽ ശക്തിപ്പെടുന്ന യുവജനങ്ങൾ, അവരാണ് സഭയുടെയും സമൂഹത്തിൻ്റെയും സമ്പത്തെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈശോ ഒരു യുവാവിനെ സന്ദർശിക്കുന്ന സമയം എടുത്തുകൊണ്ട് ബെനഡിക്ട് 16 മാർപ്പാപ്പ ഒരു സന്ദേശം യുവജന സമ്മേളനത്തിൽ കൊടുത്ത ഓർമ്മയിൽ വരികയാണ്. അതിപ്രകാരമാണ് പാപ്പ ഉദ്ധരിക്കുന്നു: ജീസസ് ലുക്കിംഗ് അറ്റ് ഹിം ലവ്ഡ് ഹിം. ഈശോ അവനെ നോക്കുകയും അവനെ സ്നേഹിക്കുകയും ചെയ്തു. ഇതുപോലെ നമ്മെ ഓരോരുത്തരെയും നോക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് കർത്താവ്. എപ്രകാരം ദൈവരാജ്യത്തിൽ നിത്യസൗഭാഗ്യത്തിൽ പ്രവേശിക്കാമെന്ന് ചോദിച്ചുകൊണ്ട് ചെന്നവനോടാണ് പറഞ്ഞത്, കൽപ്പനകൾ അനുസരിക്കുക. കൽപ്പനകൾ ഞാൻ അനുസരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത്, എനിക്കുള്ളതെല്ലാം വിട്ടിട്ട് തിരഞ്ഞെടുപ്പ് കൊടുത്ത് നീ എന്നെ വന്ന് അനുഗമിക്കുക. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും ഓരോ ത്യാഗപൂർവമായ തീരുമാനം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം സാർവലൗകികമാണെങ്കിലും അത് ഓരോരുത്തരിലുമായിട്ട് നിക്ഷേപിക്കപ്പെടുന്നതാണ്. ദൈവം പൊതുവിലെല്ലാവരെയും സ്നേഹിക്കുകയല്ല. ഞാനിപ്പോൾ ഇവിടെ വന്ന് നിങ്ങളോട് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വാസ്തവമാണെങ്കിലും അത് ഓരോരുത്തർക്കും അനുഭവിക്കാവുന്ന ഒരു സ്നേഹമല്ല. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അത് നമ്മൾ ഓരോരുത്തരിലേക്കും വർഷിക്കപ്പെടുകയാണ്. നമ്മൾ ഓരോരുത്തരും അവിടത്തേക്ക് വേണ്ടപ്പെട്ടവരായി മാറുകയാണ്. അങ്ങനെ ദൈവത്തോടുള്ള വ്യക്തിബന്ധത്തിലാണ് ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് അനുഭവമാകുന്നതെന്ന് നാം മറന്നു പോകരുത്. എല്ലാവരെയും സ്നേഹിക്കുന്ന പോലെ ദൈവം നമ്മളെ സ്നേഹിക്കുകയാണ്. ദൈവം നമ്മ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് സ്നേഹിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുക. പോപ്പ് ഫ്രാൻസിസ് ഇപ്പോഴത്തെ മാർപ്പാപ്പ പറയുന്നത്, ഈ സുവിശേഷത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷവും സമാധാനവും നിങ്ങൾ ലോകത്തിന് കൊടുക്കണമെന്നാണ്. സുവിശേഷത്തിൻ്റെ സന്തോഷം, കൗനിയും എവഞ്ചേലി എന്ന ഒരു ചക്രീയ ലേഖനം തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ പരിശുദ്ധ പിതാവ് പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ മിശിഹായിൽ നിന്ന് സ്വീകരിക്കുന്ന സന്തോഷം ലോകത്തിനെ കൊടുക്കുക, സുവിശേഷത്തിൻ്റെ സന്ദേശം. അപ്രകാരം നിങ്ങൾ സഭയ്ക്ക് പ്രതീക്ഷ നൽകുന്നവരായി തീരണം. പ്രിയമുള്ളവരെ, ഒരു കാലമുണ്ടായിരുന്നു, അന്നൊക്കെ ഞാൻ ഉൾപ്പെടെയുള്ള തിരുവചന പ്രഘോഷകർ പറയുമായിരുന്നു, യുവജനങ്ങൾ സഭയുടെ ഭാവിയാണ് എന്ന്. എല്ലാവരും തിരിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട്. യുവജനങ്ങൾ സഭയാണ്. യുവജനങ്ങൾ തന്നെ സഭയുടെ ആ കൂട്ടായ്മയിൽ പങ്കുചേരുന്നവരാണ്. അത് യൗവനത്തിൽ തന്നെ നിങ്ങൾ സഭാ മക്കളാണ്. യൗവനത്തിൽ തന്നെ നിങ്ങൾ സഭയുടെ ദൗത്യം പേറുന്നവരാണ്. യൗവനത്തിൽ തന്നെ കർത്താവിൻ്റെ രക്ഷ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കുന്നവരാണ് നിങ്ങൾ ആകണം. ഇത് തന്നെയാണ് ഇന്ന് നമ്മൾ ഘോഷിക്കുന്നത്. ഇന്ന് നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ പാലാരൂപതയുടെ സഭയുടെ പ്രതീകമാണ് നിങ്ങൾ. അയ്യോ, മുതിർന്നവരാരും ഇവിടെ ഇല്ല, അല്ലെങ്കിൽ സമർപ്പിതരായിട്ടുള്ളവർ ഏതാനും പേരേ ഉള്ളൂ, വൈദികരും എല്ലാവരും എത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ പാലാരൂപതയാകുന്ന പ്രാദേശിക സഭയുടെ പ്രാതിനിധ്യം ഞങ്ങൾക്കില്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ പ്രാദേശിക സഭയുടെ പ്രാതിനിധ്യത്തിൽ തന്നെയാണ് നിങ്ങളുടെ മെത്രാനോടൊപ്പം ഇവിടെ ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ പാലാരൂപതയുടെ തന്നെ ഒരു പ്രതീകമായിട്ട് നിങ്ങൾ ആയിരിക്കുന്നു എന്നുള്ള കാര്യം സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 4ാമത്തെ ഘടകത്തിലേക്ക് ഞാൻ വരികയാണ്: സാമൂഹിക അവബോധം. ഈ സാമൂഹിക അവബോധം കർത്താവായ ഈശോ മിശിഹായ്ക്കുണ്ടായിരുന്നു. അവിടുന്ന് രാജ്യദ്രോഹിയാണ്, അല്ലെങ്കിൽ സീസറിന്റെ വിരോധിയാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഫരീസയരും യഹൂദ പ്രമാണികളും സമീപിച്ച് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: സീസറിന് നികുതി കൊടുക്കുന്നത് ന്യായമാണോ എന്ന്. സീസറിന് നീതി കൊടുക്കുന്നത് ന്യായമാണോ എന്ന് അവരെ നിലംപരിശാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരമാണ് കർത്താവ് അവർക്ക് കൊടുക്കുന്നത്. ഒരു നാണയം കൊണ്ടുവരൂ. ഈ നാണയത്തിൽ ആരുടെ മുദ്രയാണുള്ളത്? സീസറിൻ്റെ. സീസറിനുള്ളത് സീസറിന് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. അപ്പോൾ നമ്മുടെ സാമൂഹിക അവബോധത്തിൽ നമുക്ക് പ്രഥമത ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്, നാം എല്ലാവരും ഭാരതമാകുന്ന ഈ രാജ്യത്തിലെ പൗരന്മാരാണ്. ഈ രാഷ്ട്ര അവബോധം നമുക്കുണ്ടാകണം. നമ്മളിവിടെ കഴിഞ്ഞുകൂടുന്നു എന്നുള്ളവരാരും മാത്രമല്ല, നമ്മുടെ ഈ രാജ്യത്തിൻ്റെ വിധാതാക്കളാണ്.
ഈ രാജ്യത്തിൻ്റെതായ നിർമ്മിതിയിൽ പങ്കുചേർന്നുകൊണ്ട് നമ്മുടേതായ ദൗത്യം നിർവഹിക്കുവാൻ കൂട്ടുനിൽക്കുന്നവരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ക്രൈസ്തവ വ്യക്തിത്വം അത് നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള അവബോധത്തിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തകരാകണമെന്നില്ല. എല്ലാവരും രാഷ്ട്രീയ പാർട്ടിയിൽ പങ്കുചേർന്ന് ഇലക്ഷനിൽ മത്സരിച്ച് ജനപ്രതിനിധികളായിട്ട് ഭരണകർത്താക്കളായിട്ട് മാറണമെന്നൊന്നുമില്ല. പക്ഷേ ഈ രാജ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ സ്നേഹം അത് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരുന്നു. That the fact that we are citizens of India must be marked in every Christian young man and woman in that country. ഇത് നമ്മളുടെ എല്ലാവരുടെയും വ്യക്തിത്വങ്ങളിൽ അലിഞ്ഞു ചേരേണ്ട ഒരു വസ്തുതയാണ്. ഈ രാജ്യത്തിൻ്റെ ഭരണഘടന അനുസരിച്ച് അതിൻ്റെ അനുശാസനങ്ങൾക്കൊപ്പം ജീവിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ പുനർനിർമ്മിതിയിൽ അതിൻ്റെ പുരോഗതിയിൽ പങ്കുചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കണം. എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗം അതാണെന്ന് കർത്താവ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ജീസസിന് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തേ തീരൂ. ദൈവത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കാൻ മറക്കുകയും അല്ല. അപ്പോൾ ഇപ്രകാരമുള്ള ഒരു രാഷ്ട്ര അവബോധത്തിലേക്ക് നമ്മുടെ ക്രിസ്തീയ വ്യക്തിത്വം പ്രിയമുള്ളവരെ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ഇനിയും ഉണ്ടാകേണ്ട സാമൂഹിക അവബോധം അത് ജനങ്ങളോടുള്ള നമ്മുടെ ബന്ധമാണ്. കർത്താവ് യേശു മിശിഹ വാസ് എ പീപ്പിൾ ഫ്രണ്ട്ലി ലീഡർ. ജനങ്ങൾക്ക് പ്രിയങ്കരനായ ഒരു നേതാവായിരുന്നു നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് ജനങ്ങൾ ഇടയ്ക്കിടെ അവിടുത്തേക്ക് ഓശാന പാടിയത്, ഇടയ്ക്കിടെ അവിടുത്തെ രാജാവാക്കാൻ ആഗ്രഹിച്ചത്, ഇടയ്ക്കിടെ അവിടുത്തെ പിൻചെന്നത്. കുരിശിലേക്ക് പോകുമ്പോഴും ഒരു ജനാവിനെ ദുഃഖത്തോടുകൂടി കർത്താവിനെ അനുഗമിച്ചിരുന്നു. ക്രൂശിക്കുവാനായിട്ട് കൊണ്ടുപോയിരുന്നവരുണ്ടായിരുന്നെങ്കിലും കർത്താവിനെ ഓശാന പാടിയവരും കർത്താവിനെ അനുഗമിച്ചവരുമായിട്ടും വലിയൊരു ജനവാചികളുണ്ടായിരുന്നു. ലൂക്കാസ് വിശേഷകൻ പറയുന്നുണ്ട്, അവന്റെ വചസ്സുകൾ കേൾക്കാനായിട്ട് എല്ലാ ദിവസവും ജനം ദേവാലയത്തിൽ തടിച്ചുകൂടിയിരുന്നു എന്ന്. ഇതാണ് പീപ്പിൾ ഫ്രണ്ട്ലി ലീഡർ ഓഫ് ദ ചർച്ച്. നിങ്ങൾ അങ്ങനെ ആയിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ സഭയിൽ വേണ്ടപ്പെട്ടവരായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്നവരാകണം. നാടും വീടും അതുപോലെ തന്നെ ഈ രാജ്യവും നിങ്ങളെ വിലമതിക്കണം. നിങ്ങളുടേതായിട്ടുള്ള ശുശ്രൂഷകൾ, സേവനങ്ങൾ മറ്റുള്ളവർക്ക് മതിപ്പുണ്ടാക്കുന്നവയായി തീരണം. പ്രിയമുള്ളവരെ, ക്രൈസ്തവരായിട്ടുള്ളവരുടെ ഈ പരിശീലനം ഇതാണ്. ഇതിനായിട്ടാണ് നമ്മുടെ വിശ്വാസ പരിശീലനം. മതബോധനം എന്ന് പറയുന്നത് വിശ്വാസ പരിശീലനമാണ്. ക്രൈസ്തവ ജീവിത ശൈലിയുടേതായിട്ടുള്ള പരിശീലനം. എപ്രകാരം സഭയിൽ അംഗത്വം സ്വീകരിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ നമ്മുടേതായ സാക്ഷ്യം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ we are the people of God. ദൈവത്തിൻ്റെ ജനമാണ് നമ്മൾ. ദൈവത്തിൻ്റെ ജനമാണ് എന്ന് വരികിൽ ആ ദൈവജനം ഈ സമൂഹത്തിൽ ഉൾച്ചേർന്നുകൊണ്ട് ജനഹൃദയങ്ങൾക്ക് നമ്മുടേതായ ജീവിതത്തിൻ്റെ അർത്ഥം നൽകിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയും. എളിയവരിലും പാവപ്പെട്ടവരിലും നമ്മൾ കർത്താവിനെ കാണും. ക്രിസ്മസ് വരുന്നു. പ്രിയമുള്ളവരെ, ഇത് പണം ചെലവിടുവാൻ, സമ്മാനങ്ങൾ കൈമാറുവാൻ, നമ്മളെ സ്നേഹിക്കുന്നവർക്ക് മാത്രം സ്നേഹം കൊടുക്കുവാൻ, നമുക്കെന്തെങ്കിലും കിട്ടുമെന്നുള്ളവരെ മാത്രം പ്രീതിപ്പെടുത്താൻ വേണ്ടി ഒക്കെയുള്ള ആ ഒരു കാലഘട്ടമല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ എളിയവരോടും പാവപ്പെട്ടവരോടും ദരിദ്രരോടും നമ്മുടേതായിട്ടുള്ള ആ സ്നേഹം, നമ്മുടേതായിട്ടുള്ള പങ്കുവയ്ക്കൽ നിർവഹിക്കുവാനുള്ള സന്ദർഭം കൂടിയാണെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങളെ പ്രേരിപ്പിക്കാം. എല്ലാറ്റിനും ഞാൻ സമാപിക്കുന്നു. നമ്മുടെ ഈ ജീവിത സാക്ഷ്യത്തിൽ നമുക്ക് മാതൃസഹജമായിട്ടുള്ള ഒരു സംരക്ഷണം നൽകുന്നവളാണ് പരിശുദ്ധ കന്യകാ മറിയം. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിയിലായിരുന്നു. അവിടെ ഞങ്ങളുടെ തന്നെ മന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യൻ സാറിൻ്റെ ഒരു ക്രിസ്മസ് സമ്മേളനത്തിൽ സംബന്ധിക്കാൻ പോയതാണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ആയിരുന്നു പ്രധാന ക്ഷണിതാവ്. അദ്ദേഹം അവിടെ വന്നു. ഞങ്ങളോടെല്ലാം കുശലാന്വേഷണങ്ങൾ നടത്തി തിരിച്ചു. അപ്പോൾ വലിയ കൊടും തണുപ്പായിരുന്നു ഡൽഹിയിൽ.
പ്രായാധികതയിലായിരിക്കുന്നത് എനിക്കത് അത്ര സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ജോർജ് സാറിനോട് പറഞ്ഞു, സാറേ, പ്രധാനമന്ത്രി വരാൻ ഇനി 1.5 മണിക്കൂറുണ്ടല്ലോ, ഞാനിവിടെ ഇങ്ങനെ തണുത്ത് പറക്കേണ്ടതില്ല, ഓപ്പൺ എയറിലായിരുന്നു പരിപാടി, അതുകൊണ്ട് ഞാൻ സാറിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ പറഞ്ഞല്ലോ, അല്ല ഒരു കുഴപ്പമില്ല, ഒരാളെ കൂട്ടി കെട്ടും. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും സാറിൻ്റെ സഹധർമ്മിണി അന്നമ്മ അവിടെ ഉണ്ടായിരുന്നു. അന്നമ്മ വളരെ കാര്യമായിട്ട് എന്നെ സ്വീകരിച്ച് എനിക്ക് നല്ല ചൂടുള്ള കാപ്പിയൊക്കെ തന്ന് എന്നെ അവിടെ ഇരുത്തി സംസാരിച്ചു. അപ്പോൾ അന്നമ്മയെ ഞാൻ അഭിനന്ദിച്ചപ്പോൾ അന്നമ്മ എന്നോട് പറഞ്ഞൊരു വസ്തുതയാണ്, എൻ്റെ പിതാവെ, എൻ്റെ ജീവിതത്തിലെല്ലാം പരിശുദ്ധ അമ്മയാണ് എന്നെ നയിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ ആവശ്യങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയോട് പറയും, അമ്മ എനിക്ക് എല്ലാം സാധിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ജോർജിനെ വിവാഹം ചെയ്യുന്ന കാര്യത്തിൽ ജോർജ് വില്യം സാറിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ജോർജിനെ വിവാഹം കഴിക്കാൻ പോയപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെല്ലാം എന്നോട് BJP-കാരനെയാണോ നീ കിട്ടുന്നത് എന്ന് ചോദിച്ച് അന്ന് എന്നെ വളരെയേറെ കുറ്റപ്പെടുത്തി. ഞാനത് സ്വീകരിച്ചു. ഇപ്പോഴിത് അറിയാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങൾ അദ്ദേഹം വഴിയായി ഞങ്ങളുടെ കുടുംബത്തിന് ലഭിക്കും, നാടിനും ലഭിക്കുന്നു. ഇതുപോലെ ദൈവത്തിൻ്റെ വഴികളിലും ഞാനെപ്പോഴും വിശുദ്ധ അമ്മയോടെല്ലാം പറയും. അമ്മയോടുള്ള ഒരു പുത്രസഹജമായിട്ടുള്ള പുത്രീസഹജമായിട്ടുള്ള ഒരു സ്നേഹം നമുക്കുണ്ടാകണം. ആ ഒരു സ്നേഹത്തിൽ നമ്മൾ വളരണം. അമ്മ നമ്മെ സംരക്ഷിക്കുമെന്നുള്ള ആ ബോധ്യം നമുക്കുണ്ടാകണം. അമ്മ നമ്മളോടൊപ്പം പറയും, അവൻ പറയുന്നത് നിങ്ങൾ ചെയ്യും എന്ന്. അങ്ങനെ അമ്മയെ കൂട്ടി നിർത്തിക്കൊണ്ടുള്ള ഒരു മിശിഹ ജീവിതം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങളുടെ അമ്മയിലൂടെ പരിശുദ്ധ അമ്മയിലേക്ക് ഉയരും. അമ്മയെ കാണുമ്പോൾ പരിശുദ്ധ അമ്മയെ ഓർമ്മ വരുന്നെന്ന് പറഞ്ഞ് നമ്മുടെ ഒരു വൈദികൻ ഒരു ഗാനം രചിച്ചിട്ടുണ്ട്. ഒരർത്ഥത്തിൽ അത് ശരിയാണ്, പൂർണ്ണമായിട്ടല്ലെങ്കിൽ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അമ്മ വഴി നമ്മുടെ പരിശുദ്ധ അമ്മയിലൂടെ കർത്താവിങ്കിലെത്തുന്നു, കർത്താവിനോടൊപ്പം സഞ്ചരിക്കുന്നു, കർത്താവ് നമ്മുടെ പിതാവിങ്കിലേക്ക് ആനയിക്കുന്നു. ഇപ്രകാരമുള്ള ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ ദർശനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉറക്കട്ടെ എന്നാണ് ആശംസ, പ്രാർത്ഥന. പ്രിയമുള്ളവരെ, സമാപിച്ചു കൊള്ളട്ടെ. ഈ ചിന്തകൾ നിങ്ങൾക്ക് ഉപകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ദൈവം നമ്മോടുണ്ട്. കർത്താവായ യേശു മിശിഹായുടെ രക്ഷ ഈ ലോക ജീവിതത്തിൽ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെയും വരാനിരിക്കുന്ന പുതുവർഷത്തിൻ്റെയും മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവത്തിന് സ്തുതി. ആമേൻ.